ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നാം എല്ലാവരും ദിക്റിനെ കുറിച്ച് അറിയുന്നവരാണ്. ചുരുങ്ങിയ തോതിലെങ്കിലും ദിക്റിനെ കുറിച്ച് അറിയാത്തവർ മുസ്ലിമീങ്ങളിൽ വളരെ വിരളമായിരിക്കും. നാം രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ വുളൂ ചെയ്യുമ്പോഴും അതിനുശേഷവും നിസ്കാരത്തിലും അതേപോലെ ജീവിതത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും വസ്ത്രം ധരിക്കുമ്പോഴും അഴിക്കുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അങ്ങനെ പല സന്ദർഭങ്ങളിലും വ്യത്യസ്തങ്ങളായ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ത്വര്യപ്പെടുത്തിയിട്ടുണ്ട്, ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വലിയ മഹത്തായ പ്രതിഫലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. പാരത്രിക ലോകത്ത്, പരലോകത്ത് നമുക്ക് നേട്ടം കിട്ടുന്നതിന് പുറമെ ഈ ലോകത്തും വലിയ ഒരു പ്രശ്നപരിഹാരിയായിട്ട് ദിക്ർ ഭവിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ദിക്ർ കാരണമാകുന്നുണ്ട്. കടം വന്നവർക്ക് എളുപ്പത്തിൽ വീട്ടാൻ സൗകര്യപ്പെടാൻ വേണ്ടി, ആഫിയത്ത് ലഭിക്കാൻ വേണ്ടി, ബറക്കത്തും ഐശ്വര്യവും ലഭിക്കാൻ വേണ്ടി, മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തുടങ്ങി പല കാര്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇവിടെ പ്രതിപാദിക്കുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു വിവാഹം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണല്ലോ. വളരെയധികം കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. സാമ്പത്തികമായി വലിയ ദുരിതം അനുഭവിച്ചവരായിരുന്നു അവർ. അങ്ങനെയിരിക്കെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആസുകല്ല് തിരിച്ച് അഥവാ അമ്മിക്കല്ല് തിരിച്ച് അവരുടെ മൃദുലമായ ആ കൈകളിൽ ചോര പൊടിഞ്ഞു, തൊലിയിരിഞ്ഞു, തഴമ്പ് ബാധിച്ചു. അലി റളിയല്ലാഹു തആല അൻഹുവിന് അത് കണ്ട് സഹിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതേപോലെ തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് ഒക്കത്ത് വെച്ച് ചുമന്നു കൊണ്ടുവരുന്നു. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കുറെ അടിമകളെത്തിയ വിവരം അലി റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചു. അലി റളിയല്ലാഹു തആല അൻഹുവിന് സന്തോഷമായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ തന്നെ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ആ സമയത്ത് വീട്ടിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. നബിയുടെ വീട്ടിലേക്കാണ് പോയത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് കാര്യങ്ങൾ പറഞ്ഞു. നബിയുടെ പത്നിയായ ആയിഷ ബീവിയോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആയിഷ ബീവി നബിയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ ഇരുവരും, ഞാനും ഫാത്തിമയും ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നു. ഞങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി ഇങ്ങനെ നബിയെ കാണപ്പോൾ കിടക്കിൽ നിന്ന് വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി മുതിർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, അലാ മക്കാനിക്കും. എന്നിട്ട് ബൈനി വ ബൈനഹ, എന്റെയും ഫാത്തിമയുടെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു. ഹത്താ വജദ്തു ബർദ ഖദമിഹി, നബിയുടെ ആ കാലിൻ്റെ ഉള്ളംകാലിൻ്റെ തണുപ്പ് എൻ്റെ അലാപത്തിന്, എൻ്റെ വയറിൽ അനുഭവിച്ച് എൻ്റെ വയറിലേക്ക് തട്ടി എനിക്കത് തണുപ്പ് അനുഭവിക്കുമാറ് ഞങ്ങളുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ അദുല്ലുകുമാ അലാ ഖൈരി മിമ്മാ സഅൽതുമാ, നിങ്ങൾ എന്നോട് അടിമയെ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടല്ലോ, അതിനേക്കാൾ അഭികാമ്യമായത്, ഉത്തമമായത്, നിങ്ങൾക്ക് പ്രയോജനപ്രദമായത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇദാ അഖത്തുമാ മൽജഅകുമാ, നിങ്ങളുടെ വിരിപ്പിലേക്ക് നിങ്ങൾ ചെന്നാൽ, കിടക്കയിലേക്ക് നിങ്ങൾ ചെന്നാൽ, കിടക്കാൻ വേണ്ടി നിങ്ങൾ ചെന്നാൽ, ഫസബ്ബിഹാ സലാസൻ വസലാസീന, നിങ്ങൾ 33 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക. വഹ്മിദ സലാസൻ വസലാസീന, 33 പ്രാവശ്യം നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക. വകബ്ബിറ അർബഅൻ വസലാസീന, 34 പ്രാവശ്യം നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. അത് ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിമിൻ, അതാണ് നിങ്ങൾക്ക് ഖാദിമിനെ കിട്ടുന്നതിനേക്കാൾ, ഒരു സേവകനെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് അഭികാമ്യമായത്, ഉചിതമായത് അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അനുസരിച്ച് പ്രവർത്തിച്ചതിനെ കുറിച്ച് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മാ തറക്തുഹു മുൻദു സമീഅതുഹു മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ അന്ന് കേട്ടത് മുതൽ ഇതുവരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ആ ദിക്ർ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഖീല ലഹു, ആ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കപ്പെട്ടു, വലാ ലൈലത്തുൽ സിഫീൻ, സിഫീൻ യുദ്ധത്തിന്, അഥവാ അലി റളിയല്ലാഹു തആല അൻഹു എതിരാളികളും തമ്മിൽ നടന്ന ഘോരമായ ഒരു യുദ്ധമായിരുന്നു. അപ്പോൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷമാണ് അലി റളിയല്ലാഹു തആല അൻഹു അധികാരം ഏറ്റെടുത്തത്. അതിന് ശേഷമാണ് ഈ സിഫീൻ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ വഫാത്തിന് എത്രയോ മുമ്പ് ഇത് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഏകദേശം കുറഞ്ഞത് 30 വർഷത്തോളം ഇത് മഹാനവർക്ക് എന്തായാലും നിർവഹിച്ചിട്ടുണ്ട്. 24 വർഷം നബിയുടെ വഫാത്താകുമ്പോൾ തന്നെ അലി റളിയല്ലാഹു തആല അൻഹു അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ആയിട്ടുണ്ട്. ഏകദേശം 24 വർഷം എന്തായാലും ഉറപ്പായിട്ടും ഇവർ നിർവഹിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ലൈലത്ത് സിഫീൻ, ഘോരമായ യുദ്ധം നടന്ന ആ സിഫീൻ യുദ്ധത്തിന്റെ ദിവസം നിങ്ങൾ ഇത് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാല വലാ ലൈലത്ത് സിഫീൻ, അതെ, അവിടെ ലൈലത്ത് സിഫീന്റെ രാത്രി ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, കൃത്യനിഷ്ഠ പാലിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറയാം. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയമാണ്, ഒരു അടിമ പകലിൽ ജോലി ചെയ്ത് പ്രയാസപ്പെട്ട് ദുരിതമനുഭവിച്ചതിന് അതിന് പകരമായിട്ട് ഒരു അടിമയെ ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഹബീബുനാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മകളോട് നിർദ്ദേശിച്ചത് ക്ഷീണമകറ്റാൻ വേണ്ടിയിട്ട്, പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി സഹായിക്കുന്ന അടിമയേക്കാൾ നല്ലത് എന്താണ്, ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ ചെല്ലലാണ്. നമുക്ക് ചിന്തിച്ചാൽ, നമ്മുടെ ചെറിയൊരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല, ഒരു അസംഭവ്യ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ ദിക്ർ ചൊല്ലിയാൽ ഒരു പകലിലെ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി ഇത് ഉപകരിക്കുമോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ സഹോദരങ്ങളെ, ആധുനിക ശാസ്ത്രം പറയുന്നത് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഈ ദിക്ർ മാത്രമല്ല, അതേപോലെ ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു ഫലഖ് നാസ് 3 പ്രാവശ്യം, അങ്ങനെ കുറെ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ ഈ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ ധ്യാനിക്കുന്നതിന്റെ വീക്ഷണം ആധുനിക ശാസ്ത്രം പറയുന്നത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏകദേശം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ വരെയെങ്കിലും ധ്യാനം അഥവാ മെഡിറ്റേഷൻ വളരെ ഉപകാരപ്രദമാണ്. ഈ ധ്യാന സമയത്ത് എന്തെങ്കിലും കാണാപാഠം പഠിച്ച ശ്ലോകങ്ങളോ, കാണാപാഠം പഠിച്ചിട്ടുള്ള മനഃപ്പാഠമുള്ള ശ്ലോകങ്ങളോ വാക്കുകളോ വചനങ്ങളോ ആവർത്തിക്കുന്നത് മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുമെന്നും സ്വാസ്ഥ്യം ഉണ്ടാക്കുമെന്നും അടുത്ത കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പറയുകയാണ്. അടുത്ത കാലത്ത് ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഇത് സ്വാസ്ഥ്യമുണ്ടാക്കാൻ, ധ്യാനം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പഠിച്ചിട്ടുള്ള കാണാപാഠം പഠിച്ചിട്ടുള്ള ശ്ലോകങ്ങളും മറ്റും ആവർത്തിച്ച് പറയുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുമെന്നും സ്വാസ്ഥ്യം ഉണ്ടാക്കുമെന്നും അടുത്ത കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയ വിഷയമാണ്. ഇത്തരത്തിലുള്ള ധ്യാനം കൊണ്ടും മസ്തിഷ്കത്തിന്റെ വിശിഷ്യ
ലിംബിക് ലോബ്, ഫ്രോങ്ങൽ ലോബ് എന്നിവിടങ്ങളിൽ ധാരാളം ഓപ്പിയോയിഡുകൾ അഥവാ എൻഡോർഫിനുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് ഉറക്ക ഗുളികകൾ കഴിക്കുന്നതിനേക്കാൾ ശക്തമാണ്, നല്ലതാണ് എന്ന് ശാസ്ത്രം പറയുകയാണ്. അഥവാ ഉറങ്ങാൻ പോകുന്ന സമയത്ത് 15-30 മിനിറ്റ് കാണാപാഠം പഠിച്ച ശ്ലോകങ്ങളോ മറ്റോ ഉരുവിട്ട് കൊണ്ടേയിരിക്കൽ, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് മാനസികമായ പിരിമുറുക്കം കുറക്കാൻ വേണ്ടിയിട്ട് കാരണമാകും, പ്രയോജനപ്രദമാകുമാണ് എന്ന് ആധുനിക ശാസ്ത്രം പറയുകയാണ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾക്കും മരുമകനും പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകളും നാം രണ്ടും തുലനം ചെയ്താൽ എത്രമാത്രം നബിയുടെ വചനങ്ങളിൽ ശാസ്ത്രീയമായി മേന്മയുണ്ട്, ഗുണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.